പരിസരത്തുള്ള സലഫി പള്ളികളിൽ നിങ്ങൾക്ക് കയറി നോക്കാം. അവിടെ 20 മിനിറ്റ് 30 മിനിറ്റ് അള്ളാഹുവിന്റെ ഖുർആൻ ഓതിക്കൊണ്ട് ഖുത്ബ നിർവഹിക്കും. നമുക്കൊക്കെ മനസ്സിലാകുന്ന ഭാഷയിൽ മുത്തുനബിയുടെ ഖുത്ബ ആ സഹാബികൾക്ക് എല്ലാവർക്കും മനസ്സിലായി. അള്ളാന്റെ റസൂല് അറബിയിലല്ലാതെ ഖുത്ബ പറഞ്ഞിട്ടില്ല. ഒരു തർക്കമില്ല. മലയാളത്തിലോ തമിഴിലും കന്നഡയിലോ ഇംഗ്ലീഷിലോ ഒന്നും അള്ളാന്റെ റസൂല് ഖുത്ബ പറഞ്ഞിട്ടില്ല. റസൂലുള്ളാന്റെ ഖുത്ബ അറബിയിൽ മാത്രമായിരുന്നു. ഭാര്യയോട് സംസാരിച്ചതും അറബിയിലാണ്, നാട്ടുകാരോട് സംസാരിച്ചതും അറബിയിലാണ്, മെമ്പറിൽ കയറി സംസാരിച്ചതും അറബിയിലാണ്, താഴെ ഇരുന്ന് സംസാരിച്ചതും അറബിയിലാണ്. അല്ലേ? ആർക്കെങ്കിലും തർക്കമുണ്ടോ? അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കച്ചവടം നടത്തിയതും അറബിയിലാണ്. പിന്നെന്തിനാ നമ്മൾ അറബിയല്ലാത്ത ഭാഷയിൽ പറയുന്നത്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുത്ബ എന്തായിരുന്നു എന്ന് ഹദീസിലുണ്ട്. റസൂലുള്ള 2 ഖുത്ബകളാണ് നടത്തുക. യജ്ലിസു ബൈനഹുമാ, 2 ഖുത്ബകൾക്കിടയിൽ ഇരിക്കും. 2 ഖുത്ബകൾക്കിടയിൽ ഒന്ന് ഇരിക്കും. അങ്ങനെ 2 ഖുത്ബ നടത്തും. യഖ്റഉൽ ഖുർആൻ, ഖുത്ബയിൽ ഖുർആൻ ഓതും. വയുദക്കിറുൻ നാസ്, ജനങ്ങളെ ഉത്ബോധിപ്പിക്കും. ഈ അണങ്കൂരിലെ സാധാരണക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറഞ്ഞുതരാം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ ഇങ്ങനെ കയറി വന്നിട്ട് സുന്നത്ത് നിസ്കരിക്കാതെ അവിടെ ഇരുന്നു. അല്ലാഹുവിന്റെ റസൂൽ ഖുത്ബയിൽ തന്നെ അത് കണ്ടല്ലോ. ഉടനെ പറഞ്ഞു, നബി യാ അഖി, സുഹൃത്തേ, യാ അഖി, ഏ സുഹൃത്തേ, സഹോദര, ഖും, എഴുന്നേൽക്ക്, വസ്സല്ലി റകഅതൈനി, 2 റകഅത്ത് നമസ്കരിക്ക്. അറബിയിൽ മാത്രം പറഞ്ഞ്, ഞാൻ എന്റെ മലയാളം കൂടി കൂട്ടി പറഞ്ഞു എന്ന് മാത്രം. ഏ സുഹൃത്തേ, ഇപ്പൊ വന്ന സഹോദര, എഴുന്നേൽക്ക്, 2 റകഅത്ത് നമസ്കരിക്ക്. അണങ്കൂറിലെ മുസ്ലിങ്ങളോട് ഞാൻ ചോദിക്കുക, നിങ്ങൾ പള്ളി ചെല്ലുമ്പോ ഉസ്താദ് ഖുത്ബ ഓതുകയാണ്, നിങ്ങൾ സുന്നത്ത് നിസ്കരിക്കാതെ അവിടെ ഇരുന്നു. ഇനി ഖുത്ബ പറയുന്ന ഉസ്താദ് കണ്ടു, ഉസ്താദ് അറബിയിൽ ഇങ്ങനെ പറഞ്ഞു, യാ അഖി ഖും വസ്സല്ലി റകഅതൈനി. മനസ്സിലാവോ? നിങ്ങൾ നിസ്കരിക്കോ? നിങ്ങൾക്ക് മനസ്സിലാവോ? നിങ്ങൾ നിസ്കരിക്കോ? ഇത് സാധാരണക്കാരോട് ചോദിക്കുക. ഖുത്ബന്റെ ഇടയിലാണ് നബി സംസാരിച്ചത്. അത് സഹാബിക്ക് മനസ്സിലാവും, അവിടെ വന്ന ആൾക്ക് മനസ്സിലാവും. ഒരു തർക്കമില്ല, അവരെ ഭാഷയാണ്. അപ്പൊ സലഫി പള്ളിയിൽ ഒരാൾ ഇങ്ങനെ നിസ്കരിക്കാതിരുന്നാൽ ഖത്തീബിന് പറയാം, അപ്പൊ വന്ന ആൾ സുന്നത്ത് നിസ്കരിക്കാതെയാണ് ഇരുന്നത്, ആരും അങ്ങോട്ട് നോക്കണ്ട, അയാൾ എണീറ്റ് നിസ്കരിക്ക്, അങ്ങനെയാണ് വേണ്ടത്, നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാവാം എന്ന് ഖത്തീബിന് പറയാം. ഇങ്ങനെ പല വിഷയവും റസൂലുള്ളാന്റെ ഖുത്ബയെന്നാണ് ഞങ്ങൾ പഠിച്ചത് എന്ന് സഹാബികൾ പറഞ്ഞിട്ടില്ലേ? ഇനി വേണ്ട, റസൂലുള്ള ളുഹർ നിസ്കാരം 4 റക്അത്തുള്ളത് 2 റക്അത്ത് ജുമഅക്ക് നിസ്കരിക്കുക, 2 ഖുത്ബ പറയുക 2 റക്അത്തിന് പകരം. അങ്ങനെ പണ്ഡിതന്മാർ പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിസ്കാരം കിബിലയിലേക്ക് തിരിഞ്ഞിട്ടല്ലേ? അല്ലേ? ളുഹറും അസ്റും മഗ്രിബും ഒക്കെ കിബിലയിലേക്ക് തിരിഞ്ഞിട്ടാ. എന്നാൽ ജുമയുടെ 2 റക്അത്ത് കിബിലയിലേക്ക് തിരിഞ്ഞ് നിസ്കരിച്ചു. ഖുത്ബ കിബിലക്ക് നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് തിരിഞ്ഞിട്ടാണ്. അപ്പൊ എങ്ങനെ നിസ്കാരം പോലെ ആവുക? നിസ്കാരത്തിന് നമുക്ക് അതിൽ പറഞ്ഞതല്ലാതെ വേറെ ഒന്നും പറയാൻ പാടില്ല. റസൂലുള്ള ഖുത്ബയിൽ നിസ്കരിക്കാത്ത ആളോട് നിസ്കരിക്കാൻ പറയുന്നു, ഇടക്ക് കണ്ണു ചുമക്കുന്നു, സൈനിക നേതാവിനെ പോലെ ദേഷ്യപ്പെടുന്നു. അല്ലേ? നാട്ടിലെ പല വിഷയങ്ങളും നബി ഖുത്ബയിൽ കൊണ്ടുവരുന്നു. ഇതൊക്കെ ഇസ്ലാമിന്റെ പ്രമാണത്തിൽ ഉള്ളതല്ലേ? അല്ലേ? ഇമാം നബവി, 2ാം ഷാഫി എന്നറിയപ്പെടുന്ന ഇമാം നബവി പറയാണ്, ഖുത്ബയുടെ ലക്ഷ്യം, മഖ്സൂദുൽ ഖുത്ബ, ഖുത്ബയുടെ ലക്ഷ്യം തന്നെ അൽ വഅദു, ഉപദേശമാണ്. ആ ഉപദേശം നമ്മുടെ പള്ളിയിൽ നിന്ന് കിട്ടുന്നുണ്ടോ?